അങ്ങനെ ഫൈനലി നമ്മളെ ബസ് എത്തി. സുബീഷേട്ടാ പറക്കാണ്. സുബീഷേട്ടാ ഇതിഹാസിന്റെ സ്റ്റെപ്പാണ് ഗൈസ് കാണുന്നത്. വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ സീറ്റില് പിടിച്ചിരുത്തണം പോകുമ്പോഴൊക്കെ കുട്ടികളെ. ഗുണ്ടായിസാണ് ഗുണ്ടായിസം. ഏട്ടാ നിങ്ങള് സർവത്ത് കുടിക്കാണോ? ഇതാണ് നമ്മളെ മാഫിയന്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇത്. നമ്മളെ സലാംസത്തെ വർക്ക് കഴിഞ്ഞ് വണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഫസ്റ്റ് ട്രിപ്പ്. അത് നമ്മളെ മലമ്പൊയ്ക്കാണ് നമ്മൾ വന്നിക്കുന്നത്. ഇപ്പൊ നമ്മളുള്ളത് ഫാന്റസി പാർക്കിലാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് തിരൂർക്കാടാണ്. തിരൂർക്കാട് റൗണ്ടിലല്ലത്. മഞ്ചേരി മലപ്പുറം അങ്ങോട്ട്, പെരിന്തൽമണ്ണ അങ്ങോട്ട്. നമ്മളെ വണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വന്തം ലെജൻഡിന്റെ മാഫിയക്കാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കുന്നത് നമ്മളെ ചങ്ങായി ഇജാസാണ്. അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി വരുന്നുണ്ട്. വണ്ടിന്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇപ്പൊ എടുത്തു വരുന്നത്. അങ്ങനെ നമ്മളെ പുത്തൻ മാഫിയയില് നമ്മളെ സാരഥി ആയിക്കാണ്ട് നമ്മളെ സുബീഷേട്ടനും പിന്നെ നമ്മളെ മോമിൽക്കാണ് ഉള്ളത്. എന്താ അതിന്റെ ഒരു ലുക്ക്. അപ്പൊ നമ്മളത് ഫുൾ വീഡിയോ നമ്മളത് ഫുൾ ഈ വണ്ടിയിലാണ്. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇരുന്ന് കാണണം. ഗൈസ് പെരിന്തൽമണ്ണ എത്തി. അങ്ങനെ സുബീഷേട്ട പറക്കാണ്. സുബീഷേട്ടാ നമ്മളെ സ്വന്തം മോമിയുണ്ട്. മോമിയാ ഗൈസ് പെരിന്തൽമണ്ണ എത്തി പാരൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മള് ചെറുപ്പളശ്ശേരി എത്താനായിക്കണ്. ഒരേ ഉടലാണ് സുബീഷേട്ടൻ. തൂതെത്തി തൂത. പ്രശ്നം എന്താ വെച്ചാല് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് കിട്ടും. ഉള്ളില് പാട്ടിട്ടിക്കാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് എവിടെ എത്തി സുബീഷേട്ടാ? മോങ്ങാട് എത്തി. നമ്മളിനി നേരെ പോകുമ്പോൾ എങ്ങനെയാണ്? പാലക്കാട് ഫോർട്ടിലേക്കാണ് നമ്മൾ പോണേ. എന്താ മമ്മിയെ പൊളിയല്ലേ? അതെ മാഫിയന്റെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോണേ പാലക്കാട് ഫോർട്ടിലേക്ക്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തി. ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. അതൊക്കെ എല്ലാരും കണ്ടതിനൊക്കെ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. സുബീഷേട്ടാ സാറല്ലേ? അതാ വണ്ടികളുണ്ട്. പാലക്കാട് നിന്ന് കുറെ വണ്ടികളുണ്ട്. ആ വരുന്ന നമ്മളെ പ്രൈവറ്റ് ബസ്സിലെ രാജാവിസ്ഥാന. എല്ലാരും പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്. നമ്മളെ സ്വന്തം പാലക്കാട്ടുകാരെ ഇതിഹാസിന്റെ സെഡിന്റെ അടുത്ത് നമ്മള് കാണുന്നതാണ് നമ്മളെ ഇതിഹാസിന്റെ സ്റ്റെപ്പാണ് ഗൈസ് കാണുന്നത്. വണ്ടിയൊക്കെ ഉണ്ട്. ഞാന് ഏതാ സാധനം മോനെ. മോമിക്ക് അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇടാൻ പോണം. എന്താ പ്രശ്നം ചോദിച്ചാല് വെയിലാത്ര. വെയിലില്ലോണ്ട് നമ്മളെ മോനെ മോമിക്ക ഫാൻസ് ഒക്കെ കമന്റ് ഇടിക്കില്ലേ? ഒരു ഏച്ചറിന്റെ BS6 ബോഡി കെട്ടി വന്നപ്പോ നമ്മളാൾക്ക് ഇരിക്കാൻ കൊടുത്ത സീറ്റിന്റെ വലിപ്പം കാണണ്ട. ഒരു പലക കണ്ട എങ്ങനെ ഇതിമിരിക്കുക മോമിക്ക. ഗുണ്ടായിസാണ് ഗുണ്ടായിസം. അങ്ങനെ നമ്മള് നേരെ പാലക്കാട് ഫോർട്ടിലെത്തി. നമ്മള് ഉള്ളിൽ കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറാണ്. നമ്മളറിയണ ആരോ ഉണ്ടാ വണ്ടിയിൽ. നമുക്ക് കൈയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് തിരിച്ചും കൈ കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തി. എല്ലാരും ഇറങ്ങാണ്. ആള് ഫുൾ ബിസിയാണ്. ഇവിടെ എത്തിയപ്പോ ഫുള്ള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട്
ഏതാ മൂട് ആ നിക്കണാണ് ഗൈസ്. നമ്മളെ പാർട്ടിക്കാരെല്ലാരും ഇറങ്ങി. കുറച്ച് ആൾക്കാരും കൂടി ഇറങ്ങാണ്ട്. കുറച്ച് ആൾക്കാരും കൂടി ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് സുബിചേട്ട വണ്ടി എടുത്തല്ലേ, ഇവിടെ പോയി ചായ കുടിക്കാം. അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി ഒതുക്കി നിർത്തിക്കാണ്. ഇനി നമുക്ക് പോയി ചായ കുടിക്കാം. നമ്മളങ്ങനെ നമ്മളെന്താ ചായ കുടിച്ചാനോ വെള്ളം കുടിച്ചാനോ പോണു? നമുക്ക് വെള്ളം കുടിക്കാം. അതെ, പാലക്കാടിന്റെ മണ്ണിൽ നിന്നും ഈ ചൂടിനെ അകറ്റാൻ വേണ്ടി അതെ ഗൈസ്, ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. പുറത്ത് പോയി വെള്ളം കുടിക്കട്ടെ അല്ലേ മമ്മിയാ? അതെ, വെള്ളം വേണോ ചായ വേണോ സുബിച്ചേട്ടാ? വെള്ളം വേണോ ചായ വേണോ? സോഡ സർവത്ത് കുടിക്കും. ഏട്ടാ നിങ്ങള് സർവത്ത് കുടിക്കാണോ? ഓമിയാ വേണ്ടട്ടാ. മറ്റേ ഡയലോഗ് ഏട്ടാ ഇവിടെ സേഫ് അല്ല. നിങ്ങള് സോഡ കുടിച്ചത് നിങ്ങക്ക് സർവത്ത് വേണ്ട? ഓ നമ്മളിഞ്ഞി ഇവിടുന്ന് പോണ വരെ പാലക്കാടേ പറയുള്ളൂ. അതെ അതെ, ഏട്ടൻ പുഞ്ചിരിച്ചിട്ടാണ് ഇവിടെ സർവത്ത് തരുന്നത്. അങ്ങനെ നമ്മള് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് നമ്മള് വണ്ടിന്റെ അടുത്തെത്തി. വണ്ടിയോട് പാർക്ക് ചെയ്ത് ഇവിടെ കുറെ വണ്ടിയൊക്കെ വന്നിക്കണം. ബൗഞ്ചറിന്റെ വണ്ടിയൊക്കെ വന്നിക്കണം. അങ്ങനെ നമ്മള് വണ്ടൂരില്ല വണ്ടിയൊക്കെ ഉണ്ട്. പ്രകാശ് ഏട്ടോ ഇനി എന്താ പരിപാടി? നമ്മള് നേരെ ഫാന്റസി പാർക്ക് പോണ്. എന്നിട്ട് അവിടെ നിന്ന് ചോറ് കൊണ്ടണ് കൊണ്ടിട്ട് അവിടെ കറങ്ങണ്. അതെ, പ്രകാശേട്ടൻ പാലക്കാട് എത്തിക്കഴിഞ്ഞാ ഫുള്ള് പാലക്കാടിന്റെ തനിമേഖല. ഡാമ് പോകണ്ട. അപ്പൊ ഫോട്ടോ ഞങ്ങൾ ഇറങ്ങാണ്. ഫോട്ടോത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മമ്മി നമ്മൾ ഞാൻ കണ്ടാണ്. അതെ, ഫാന്റസി പാർക്ക് പോവാണ്. ഏകദേശം ഉച്ച 12 മണിയായപ്പോക്കിന് അത്യാവശ്യം തിരക്കായി ഇവിടെ. നമ്മളിങ്ങനെ നേരെ പോവാണ്. പാലക്കാടിന്റെ പച്ച തനിമയും ഭംഗിയും വൈബ്, അതന്നെ പാലക്കാടിന്റെ ഫുൾ വൈബാണ് ഈ കാണുന്നത്. ഏതാ മൂഡ്? ഒമിക പാലക്കാടിന്റെ വൈബ്, ഏതാ മൂഡ് അല്ലേ? ഫൈനലി നമ്മള് ഫാന്റസി പാർക്കിലെത്തി. അവിടെ ഉള്ളിലെല്ലാരും പാട്ട് പാടി കളിച്ചാൽ നേരത്തെ നമ്മള് കറക്റ്റ് ഇവിടെ എത്തി. നമ്മളങ്ങനെ അതിന്റെ ഉള്ളിൽ കയറാണ്. ഇവിടെ ഏതൊക്കെ വണ്ടി കിടക്കുന്നുണ്ട്. സെഡോൺ നടക്കുന്നുണ്ട്. ഇവിടെ കൊറേ അണ്ണം വണ്ടികളുണ്ടെന്ന്. ഫൈനലി ഫാന്റസി പാർക്കിലെത്തി. നമ്മളിന്ന് വന്നിക്കണത് നമ്മൾ ലെജൻഡിന്റെ മാഫിയന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയിക്കാണ്ടാണ് നമ്മൾ വന്നിക്കണത്. ഇതാണ് നമ്മളെ ചെറുക്കം, നമ്മളെ ലെജൻഡിന്റെ സ്വന്തം മാഫിയ. നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് വന്നിക്കണത് നമ്മളെ കൊണ്ടോട്ടിന്ന് നമ്മൾ വന്നിക്കണത് നമ്മളെ പാലക്കാട് മലമ്പുഴ ഫാന്റസി പാർക്കൊക്കെയാണ് നമ്മൾ വന്നിക്കണത്. അമ്മ ഞാണ്ട പോണേ എങ്ങട്ട്? ഫുഡ് വാങ്ങാൻ ടോക്കണുണ്ട്. ടോക്കൺ എടുക്കാൻ പോവാ നമ്മള്. നമ്മളങ്ങനെ പാർക്കൊക്കെ ഇല്ലാതാ പാസ് വാങ്ങണം. ഇവിടെ എല്ലാ ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും പാക്കേജർമാർക്കും ഇവിടെ ഫ്രീ ആണ് ഫാന്റസി പാർക്കില്. എന്താ സംഭവം? അത് പോണില്ല, അവിടെ കുടുങ്ങി. ഏതോ ഇന്ത്യക്കാരൻ അതിന്റെ മേലെ കയറി കുടുങ്ങി. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞത് നമ്മളെ സാരഥികള് പാപ്പന്മാരോടെ ഐസ്ക്രീം ഒന്നാണ് തിന്നണ്ടില്ല. ഒരു ഉളുപ്പില്ലാണ്ട് തിന്നാടോ.
ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കാണാൻ ഇറങ്ങിയതാണ്. ഫുൾ ഫ്ലോപ്പാണ്. സുബീഷേട്ടന് വെയിൽ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇതിൽ കയറാൻ പോവാണ്. അങ്ങനെ ഈ മുന്നിൽ പോകണ നമ്മളെ കൂടെ നിന്ന് 2 ട്രാവലർ നിൽക്കണം. ഇത്ര ഡ്രൈവറാണ്. മൂപ്പർക്ക് ഇതിൽ കയറണം എന്നൊരു ഒറ്റ നിർബന്ധമാണ് കണ്ടത്. നമ്മളടുത്ത് നേരെ ഗ്ലാസ് 3D പോണത്. ഗേസ് 3Dയിലേക്കാണ് പോണത്. ഗേസ് ഏതോ പാതാളത്തിൽ കൂടെ കയറി പോ. സുബീഷേട്ടാ അങ്ങനെ നമ്മൾ പുറത്തെത്തി. രക്ഷപ്പെട്ടു. നിങ്ങളവിടെ പേര്. അങ്ങനെ നമ്മൾ അടുത്ത് നേരെ ബ്രേതക്കോട്ടേക്കാണ് കയറാൻ പോണത്. എല്ലാരും പേടിച്ചു. കേസ് ആരത് എന്താ സുബീഷേട്ടാ എന്താ ഇതിനുള്ളിൽ ഉണ്ടായി? അങ്ങനെ നമ്മൾ അടുത്ത് കയറാൻ പോണ ഈ റൈഡിലാണ്. ഇത് കീന് പോവാ. ഇങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ പോകണം. ഇത് നമ്മളെ സെഡോൺ നടക്കണ്ട അവിടെ. അപ്പൊ ഇങ്ങനെ കേസ് നമ്മളെ വണ്ടിന്റെ ഉള്ളിൽ കാണാൻ പോകണം. ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കൊന്നുമില്ല, ക്യാബിന് മാത്രമേ ഉള്ളൂ. ക്യാബിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് ഈ പ്രശ്നങ്ങളോ RTOന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കല്ലാണ്ട് കാണിക്കണില്ല. ക്യാബിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവാം എന്തൊക്കെയാണ് വണ്ടിന്റെ ഉള്ളിൽ സെറ്റ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ. അങ്ങനെ നമുക്ക് ഉള്ളിൽ നമ്മൾ മോമിൽക്ക് ഉണ്ട്. ഹലോ മോമിക്ക, എന്താ വർത്താനം? എങ്ങനുണ്ട് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അല്ലത്? മാഫിയന്റെ ഫസ്റ്റ് ട്രിപ്പ്, കഞ്ഞി ട്രിപ്പ്. അങ്ങനെ ഇപ്പൊ നമ്മളവിടെ വന്നിക്കണത് പാലക്കാട് നമ്മളെ ഫാന്റസി പാർക്കില്. നമ്മള് വണ്ടിയിൽ എന്തൊക്കെ ഇപ്പൊ നമ്മള് ചെയ്തിട്ടുള്ളത്? സെറ്റ് വർക്ക് ചെയ്തിക്കണല്ലേ? നിയോൺ ലൈറ്റ് ഒക്കെ ചെയ്തിക്കണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം. അയ്യോ അടിപൊളിയാണല്ലോ. ഇതേതാ നമ്മള് വർക്ക് ചെയ്താ ചെയ്തിക്കണ്? സലാംസിന്റെ വർക്കാണ്. എത്ര ദിവസം അവിടെ പോയി? 2-3 മാസം അവിടെ നിർത്തി പണി ചെയ്തത്. നിങ്ങൾ 2-3 മാസം അവിടെ പോയി നിന്ന് സലാംസിന്റെ ഫുൾ വർക്കാണ്. 100% വർക്ക് കംപ്ലീറ്റ് ആയോ? 100% വർക്ക് കംപ്ലീറ്റ് ആയി. അപ്ഡേഷനിൽ ചെയ്യും. ഇപ്പൊ ഒന്നാമത് നമ്മളെ കുറെ RTOന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മച്ചന്മാരെ കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടിന്റെ ഉള്ളില് ഇവിടെ 2 പഞ്ച് ബോക്സ് ഒക്കെ ചെയ്തിക്കണ്. ഈ സൈഡിൽ എത്ര 12 ഇഞ്ചല്ലേ? 12 ഇഞ്ചിന്റെ ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട് 2 സ്പീക്കറൊക്കെ. അപ്പൊ ക്യാബിൻ തന്നെ ഏകദേശം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാല് ആലോചിച്ചാലുള്ളൂ ഉള്ളിൽ എന്ത് വർക്കാ ചെയ്തിക്കണമെന്നില്ലേ അല്ലേ. നമ്മളെ ക്യാബിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ. ഏകദേശം ഇവിടെ 2 ആൾക്ക് കയറി കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സാധാരണ ഒരാളൊക്കെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നപ്പോ ഇരുന്നപ്പോ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഇരിക്കാൻ പറ്റൂല. ഇത് സുഖമായിട്ട് ഇവിടെ കുഷനൊക്കെ വെച്ച് ചാരി ഇരുന്ന് കാല് നീട്ടിയാൽ ഏകദേശം ദബ്ബടെ വരെയുള്ള വരുന്നത് അങ്ങോട്ട് പോണില്ല. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ലെജൻഡിൽ അടുത്ത വണ്ടി വരുന്നുണ്ടോ? പുത്തൻ വണ്ടി വരുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ആരെ? നമ്മളെ മുതലാളി പറഞ്ഞത്. മുതലാളി ഇപ്പൊ എവിടല്ലേ? നാട്ടിലുണ്ട്. അപ്പൊ കഞ്ഞി ട്രിപ്പ് ആയപ്പോ മുതലാളി പോരാന്? പരിപാടികളുണ്ട്. നമ്മളെ ബാക്കി വണ്ടികളൊക്കെ അപ്ഡേഷന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ചെയ്യണുള്ളൂ അല്ലേ.
അപ്പൊ മമ്മിക്ക് അങ്ങക്ക് ഈ 2 മാസം 3 മാസം എത്ര സലാംസിൽ നിന്ന് 3 മാസം സലാംസിൽ നിന്നിട്ട് എങ്ങനെയുണ്ടോ അല്ലെ സർവീസും വർക്കും കാര്യങ്ങളൊക്കെ? അടിപൊളി, ഒന്നും പറയാനില്ല. അടിപൊളി വർക്കാണ്. അടിപൊളി വർക്ക്, നല്ല വർക്ക്, നല്ല വർക്കാണ്. ക്യാബിനായാലും ഒക്കെ പണ്ടത്തെ ക്യാബിന് മാതിരിയല്ല ഇപ്പത്തെ ക്യാബിനൊക്കെ നല്ല. പണ്ട് ഒരുപാട് സ്വിച്ചും വലിയൊരു ആമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു സ്റ്റീരിയോ, ഇവിടെ ചെറിയൊരു ആമ്പ്, മിക്സറും ചെറിയൊരു ഇതും കൺട്രോൾ യൂണിറ്റും അത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മളെ ഇവിടെ കണ്ടതേ മാഫിയന്റെ വേറൊരു നിയോണില്. ഇത് ഐഡിയ ആരുതാണോ, നമ്മളതാണോ സലാംസിന്റെ ആണോ? മുതലാളിന്റെ ഐഡിയ ആണ്. അതായത് ഫജറുന്റെ ഐഡിയ ആണ് ഇപ്പൊ ഇത്. അയച്ചുകൊടുത്തു. എന്തായാലും വർക്ക് അടിപൊളിയായി. അപ്പൊ നമ്മളെ മാഫിയിലെ ഫസ്റ്റ് ട്രിപ്പ് പാലക്കാട് ഇഞ്ഞി ഇവിടുന്ന് അങ്ങോട്ട് ട്രിപ്പോടെ അങ്ങോട്ട് വൈബേകരം. അപ്പൊ നമ്മളെ ഫാന്റസി പാർക്കിൽ എത്തിയിട്ടുള്ളൂ. നമ്മളെ ഒപ്പം പോകുന്ന ടീംസ് ഉള്ളിലാണല്ലേ. അപ്പൊ ഇനി ഓല ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ടാ പോണത്? മലമ്പുഴ പോണുണ്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി നല്ല ട്രിപ്പ്, പറമ്പിൽപീടിയ നമ്മളെ എയർപോർട്ടിന്റെ ഒക്കെ ഏകദേശം കണ്ടില്ലേ, എയർപോർട്ടിന്റെ ബാക്കിലേക്ക് കണ്ടാണ് നമ്മൾ സ്പോട്ട് വരുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ ഓല ഇറക്കിയിട്ട് നേരെ മലമ്പുഴ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുൾ വീഡിയോകൾ ഇരുന്ന് കാണണം, മറക്കണ്ട. അപ്പൊ നമ്മൾ ബാക്കി വീഡിയോ വയ്യേ വരും. അങ്ങനെ നമ്മള് നേരെ ഫാന്റസിന് നേരെ ചേട്ടാ മലമ്പുഴക്കല്ലേ? മലമ്പുഴ ഫുൾ ബ്ലോക്ക് ആണല്ലോ. സുബിച്ചേട്ടാ ഫുൾ ബ്ലോക്ക് ആണല്ലോ. മോമിയ എന്താ പാട്? പാലക്കാട് ബ്ലോക്ക് 2 സൈഡ് ഫുൾ പാർക്കിംഗ് ആണ്. അപ്പൊ പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പോലീസുകാരൊന്നും വണ്ടി അങ്ങോട്ട് ഓടുന്നല്ല, അത്രയും ബ്ലോക്കില്ലേ? ആദ്യമായിട്ടില്ല ഇവിടെ ഇങ്ങനെ ഫുൾ പോലീസാണ് ഇവിടെ. ആകെ സീനാണ്, കട്ട സീന്. പോലീസുകാരൊക്കെ നിങ്ങള് ഇതാണ് ഇവിടുത്തെ എന്താണ് പാമ്പിന്റെ സൂ. അല്ലാതെ അതെ സുബിച്ചേട്ടൻ എന്തോ പറഞ്ഞു കേന്ദ്രം. നമ്മളങ്ങനെ സമയം വൈകിട്ട് 7 മണിയായി അല്ലേ സുബിച്ചേട്ടാ? 7 മണിയായില്ലേ? 7 മണിയായി. ഇവിടെ നമ്മളിപ്പോ എന്നതാണ് 4 മണിക്കാ. 4 മണിക്കായിട്ട് നമ്മളിവിടെ മലമ്പുഴയിൽ വന്നാണ്. നമ്മളെ ഏകദേശം മലമ്പുഴയിൽ നിന്ന് വണ്ടി നിർത്തി ഒരു 2 കിലോമീറ്റർ അല്ലേ? 2 കിലോമീറ്റർ മാറിയിട്ടുണ്ട്. ഇവിടെ വേറെയും കുറെ ഒരുപാട് വണ്ടി, നമ്മള് Z2 വണ്ടി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടുന്ന് പോവാണല്ലേ മമ്മിയാ? അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ 1 ഡേ ട്രിപ്പ് ലാസ്റ്റ് സ്ഥലം കഴിഞ്ഞ് നമ്മളിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവാണ്. നമ്മള് തിരിച്ചു പോണത് മണ്ണാർക്കാട് വഴിയല്ല, നമ്മളിഞ്ഞ് ചെറുപ്പളശ്ശേരി വഴിയാണ് പോണത്. ചെറുപ്പളശ്ശേരി അങ്ങനെ തൂത വഴി പെരിന്തൽമണ്ണ അങ്ങനെ പോണത്. അങ്ങനെ നമ്മള് പെരിന്തൽമണ്ണ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും. ഇവലങ്ങനെ നേരെ കൊണ്ടോട്ടി ആളിറക്കിയിട്ട് അങ്ങനെ ഷെഡ് പോകും. അപ്പൊ ഇനി ലെജൻഡിന്റെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ഇതേപോലെ വ്ളോഗ് ട്രിപ്പ് പോകണം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും മറക്കണ്ട, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ സുബിച്ചേട്ടാ കാണാം. അപ്പൊ അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മള് നേരെ വീട്ടിൽ പോയി. അവരങ്ങനെ ഷെഡിലും പോയി. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അടുത്ത ട്രിപ്പ് വിളിക്ക്.